ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനയനും ചീരവും ഈ പറയുന്ന ശബരിയും കൂടിയിട്ട് ഇങ്ങനെ വക്കീലിനുമായി സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ്. FIR എഴുതി വെച്ചത് നോക്കുമ്പോൾ എന്തായാലും ദയെ റിമാൻഡ് ചെയ്യാനാണ് ചാൻസ്. അത് കേൾക്കുന്ന ചീര പറയും, അയ്യോ ഞങ്ങളുടെ ദയെ റിമാൻഡ് ചെയ്യുക, അതൊരിക്കലും നടക്കാൻ പാടില്ല. അത് കേട്ട ഉടനെ തന്നെ അവിടെ യാതൊരു രക്ഷയുമില്ല. ഇവിടെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ കോടതിയിൽ ഹാജരാക്കണം. നാളെ ലീവായതുകൊണ്ട് തന്നെ വാദവും ഒന്നും ഉണ്ടാവില്ല. FIR നോക്കി അവരങ്ങ് വിധി എഴുതും, ദയെ അങ്ങ് റിമാൻഡിലോട്ട് കൊണ്ടുപോകും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ശബരി പറയണേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ചീരോടെ ഒരു ഉപായം പറയാനിട്ട്, ദയ ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആണെന്നും ആത്മരക്ഷാർത്ഥത്തിന് വേണ്ടി കുത്തിയതാണെന്നും അവളുടെ മെൻ്റലി ഇങ്ങനെ ഏത് സമയത്തും മാനസിക നില ഈ പറയുന്ന മിഥുനാണ് തെറ്റിച്ചിരുന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ കോടതിക്ക് മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞ് തീർച്ചയായും ദയെ വെറുതെ വിടില്ല. അത് കേൾക്കുന്ന വക്കീൽ പറയണം, തീർച്ചയായും ആ വ്യക്തി പിന്നീട് പറയാൻ വാക്കുകളില്ല, അത്രയും പെട്ടെന്ന് പുറത്തു വന്നിരിക്കുമെന്ന് പറയാൻ കേട്ടോ. എന്നാൽ പിന്നീട് ശബരിക്ക് ആ ഒരു ഭയം നന്നു എന്ന് തോന്നണം. അങ്ങനെ ശബരി അനന്തമാഷിൻ്റെ അരികിലോട്ട് എത്താണ് കേട്ടോ. അങ്ങനെ ശബരി അനന്തമാഷിനോട് പറയണം, മാഷേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് കേട്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവിടെ ദാസ് ഇടപെടണം, എന്താണ് ഒന്നും മിണ്ടാത്തത്? അയ്യോ, ഏത് ഒരു അച്ഛനും സഹിക്കാൻ പറ്റില്ലാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞത്. ഒരിക്കലും ഞാൻ എൻ്റെ മകളെ അതിന് വിട്ടു തരില്ല. അവൾ ജയിലിൽ പോയി കിടന്നാലും ശരി, എൻ്റെ മകൾ ഭ്രാന്തിയാണെന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് എനിക്ക് യോജിപ്പില്ല. അതൊരച്ഛനും സഹിക്കില്ല. എന്താ ശബരി നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് പറയുമ്പോൾ ശബരി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇതേ സമയം മാഷ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണേ, നീ ഒരു കാര്യം ആലോചിക്കണം ശബരി, നീ ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ എൻ്റെ മകളെ മെൻ്റൽ ഹോസ്പിറ്റലിലോട്ട് കൗൺസിലിംഗ് ആണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി തണലെന്ന ആശ്രമത്തിൽ അവിടെ കൊണ്ടുപോയിടുകയും പിന്നീട് അവളെ മെൻ്റൽ പേഷ്യൻ്റ് ആക്കുകയൊക്കെ ചെയ്ത് ഇപ്പം നീ അത് മുതലെടുപ്പ് നടത്തുകയാണല്ലേ എന്ന് പറഞ്ഞു കൊടുത്തേ. ശബരി അങ്ങ് പൊട്ടിത്തെറിക്കാനായിട്ട്, അങ്ങനെ തന്നെ പറയണം, നിങ്ങളെല്ലാവരും നിങ്ങളുടെ മകൾ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും ഞാൻ ക്ഷമിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും മാഷ് പറയണം, നീയും നിൻ്റെ അച്ഛനും എന്നോട് എൻ്റെ മകൾ ചെയ്ത് തെറ്റ് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ വെറുതെ ഒരു കോമാളിയാക്കുകയായിരുന്നോ എന്ന് മാഷി ചോദിച്ചു ഉടനെ ശബരി പറയണം, ഒരിക്കലും ഞാനല്ല അത് ചെയ്തിരിക്കുന്നത്, ദയാണ് അത് ചെയ്തിരിക്കുന്നത്, ദയാണ് ഇത്രയും വൃത്തികെട്ട പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കേട്ട് ചീരവും വിനയനൊക്കെ ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ദയാണ് എന്നോട് ചോദിക്കാതെ ഈ മിഥുൻ എന്ന് പറയുന്നവന് ഒപ്പിട്ട് കൊടുക്കാൻ പോയതും പിന്നീട് അവളുടെ തന്നെ ഇഷ്ടത്തിന് ആ പഞ്ചരത്നത്തിൽ പോയി നിൽക്കുക, അതിനെല്ലാം കുടപിടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തേ നിങ്ങളാണ്. എന്നിട്ട് നിങ്ങളിപ്പോൾ ഈ പറയുന്നത് പോലെ എന്നെ കുറ്റപ്പെടുത്താൻ നോക്കി, അതിന് എനിക്ക് പറ്റില്ല. ഇനി നിങ്ങളുടെ കൈകളിൽ ഒരിക്കലും ഞാൻ ദയ വിട്ട് തരില്ല. എൻ്റെ തീരുമാനം ഇത് തന്നെയാണ്. അവളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊണ്ടുവന്ന് അവളെ രക്ഷിക്കും. എന്തായാലും അവൾ മെൻ്റൽ രോഗിയാണല്ലോ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരും അത് പാടി നടക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവളും അത് അംഗീകരിക്കും. കാരണം അവളുടെ തന്നിഷ്ടം, അവളുടെ അഹങ്കാരം, അവളുടെ വാശി, അതൊക്കെയാണ് അവളെ ഈ ഒരു നിലയിൽ എത്തിച്ചത്. നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. പഞ്ചരത്നത്തിൽ വന്ന് നിങ്ങളുടെ മകൾ നിന്നപ്പോൾ അന്ന് നിങ്ങൾ അവളെ ആട്ടി ഇറക്കി ഉപദേശിക്കുകയായിരുന്നെങ്കിൽ അവളുടെ മുന്നിൽ എപ്പോഴും എനിക്കിങ്ങനെ മുട്ടുകടത്തി നിർത്തേണ്ടി വന്നിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയണം, ഞാൻ എന്തായാലും അത് ചെയ്യുമെന്ന് പറഞ്ഞു പോകുമ്പോൾ മാഷ്, മോനെ ശബരി നീ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് മാഷിന് ചെറിയൊരു അറ്റാക്ക് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ ചീരവും ഈ പറയുന്ന വിനയനും ഓടി വന്നിട്ട് മാഷിനെ പിടിച്ചിട്ട് പറയണം, നീ ഒന്ന് അടങ്ങി നീക്ക്, നീ മനസ്സ് മാറ്റി എന്നൊക്കെ ഇങ്ങനെ ദാസ് പറഞ്ഞു കൊടുക്കുക. അപ്പോഴേക്കും ചിരി പറയണ, അച്ഛ ഒന്ന് മനസ്സ് മാറ്റി, അവൻ പറയുന്നത് അവൻ്റെ സങ്കടം കൊണ്ടാണ്. അപ്പോൾ ഉടൻ തന്നെ മാഷ് പറയുന്നത്, എന്നാലും എൻ്റെ മോളെ ഒരു മാനസിക വിഭ്രാന്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചേൽക്കുമ്പോൾ അതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ലല്ലോ ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ. പിന്നീട് ഭാനുമ്മയാണ് കാണിക്കുന്നത്. ഭാനുമ്മ ഇങ്ങനെ സുശീലയുടെ അടുത്തോട്ട് വന്നിരിക്കുന്ന സുശീലയോട് കാര്യങ്ങൾ പറയുന്നത്, സുശീല നീ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്? നീ നിൻ്റെ മകനെ എന്ന് പറയുമ്പോൾ മതി ഭാനുമ്മ, നിങ്ങൾ അവളുടെ ആളാണ്, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടാവും, ഇങ്ങനെ കാര്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട. അപ്പോൾ ഉടൻ തന്നെ സുശീല, നീ ചെയ്യുന്നത് എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കുന്ന തള്ള, നിങ്ങൾക്ക് എന്താ കുഴപ്പം? അത് കേട്ട ഉടൻ തന്നെ എൻ്റെ മക്കൾ എന്ന് പറയണേ, എൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ മതി, അവൻ മാത്രമേ നിനക്കൊപ്പം നിൽക്കുള്ളൂ. അത് നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കും, ബാക്കി എല്ലാവരും എനിക്കെതിരെ തന്നെയാണ്. മക്കളെ വളർത്തുമ്പോൾ ഒന്നിനെ കൂടി പിടിച്ചിട്ടെങ്കിലും വളർത്താൻ ശ്രമിക്കണം. നിങ്ങളുടെ മക്കളുണ്ടായിട്ട് എന്താ നിങ്ങൾക്ക് കാര്യം? ഒരു ഉപകാരമില്ല. എന്നാൽ എൻ്റെ ഇന്ദ്രൻ ഞാൻ പറഞ്ഞതിനനുസരിച്ചിട്ട് അവന് മുന്നോട്ട് ചലിക്കത്തുള്ളൂ, എൻ്റെ കീ കൊടുക്കുന്ന പാവയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുശീല, നീ ഒരു കാര്യം ചിന്തിക്കണം, എന്നും നിൻ്റെ മകൻ എന്നും ഒരുപോലെ ആവും എന്ന് നീ വിചാരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ സുശീല നിൻ്റെ ഈ സ്വഭാവം നിനക്ക് തന്നെ പാരയാവും എന്നൊക്കെ ഇങ്ങനെ മനമ്മ പറയാൻ കേട്ടോ.
അങ്ങനെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്തായാലും വിച്ചുമോനെ പ്രതിഭ ഉറക്കണം, എന്നാൽ ഞാനൊന്ന് പോയി കാണട്ടെ. വേണ്ട, നിങ്ങൾ കാണണ്ട, സോന ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ 2 കുട്ടികളെ അവൾ കഷ്ടപ്പെട്ടാണ് ഉറക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ കാണണ്ട, നിങ്ങളൊന്ന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭാനുമ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് പ്രതിഭയുടെ അച്ഛനും അമ്മയും വരുന്നത്. അപ്പോൾ സുശീല, ഇതാ നിനക്ക് ഗസ്റ്റ് ഉണ്ടല്ലോ, ഇതാ സുധനാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും സുശീല ഓടി വരാനായിട്ട്, എന്താ ഇപ്പോൾ ഈ വഴി എന്നൊക്കെ ചോദിക്കുമ്പോൾ യാദൃശികമായാണ് വന്നത്, എന്തായാലും വരേണ്ട ആവശ്യമുണ്ട് സുശീല, ഒരു കാര്യം കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ട്. അപ്പോഴേക്കും മാനമ്മ പറയും, ഞാൻ ശരി പോട്ടെ, അതെന്താ ഞങ്ങളെ കണ്ടാണ് പോകുന്നത്, അല്ല എനിക്ക് ഒരുപാട് പണികളുണ്ട്, ഇവിടെ വന്നിട്ട് ഒത്തിരി നേരമായി എന്നൊക്കെ പറഞ്ഞിട്ട് മാനമ്മ അങ്ങ് ഇറങ്ങുന്നു കേട്ടോ. പിന്നീട് സുശീല പറയണം, ഇവിടെ ഇരിക്കുക, ഞാൻ പ്രതിഭയെ വിളിക്കാമെന്ന് പറയണം. അങ്ങനെ പ്രതിഭയെ വിളിക്കാനായിട്ട് അങ്ങനെ പ്രതിഭ പറയണേ, എന്താ അച്ഛനും അമ്മയും സസ്പെൻസായി വന്നിരിക്കുന്നത്, ഇന്നലെ ഞാൻ വിളിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു സംസാരം എന്നോട് ഉണ്ടായില്ലല്ലോ, പിന്നെ എന്താ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ നിൻ്റെ അടുത്ത് വരണം എന്ന് ഈ അമ്മയും അച്ഛനും ഒരിക്കലും പ്രതീക്ഷയല്ല, നിൻ്റെ അമ്മയുടെ കാല് ഇങ്ങനെയൊക്കെ ആവാൻ കാരണം ആക്സിഡൻ്റ് ആണല്ലോ, ആ ആക്സിഡൻറ്റിന് ശേഷം എൻ്റെ അമ്മയുടെ കാല് കൊച്ചിട്ടല്ലേ നടക്കുന്നത്, അതിനുശേഷം നിൻ്റെ അമ്മയുടെ അസുഖത്തിന് യാതൊരു വ്യത്യാസവുമില്ല, പക്ഷേ ഇന്നിപ്പോൾ നിൻ്റെ അമ്മയുടെ അസുഖം മാറാനുള്ള ഒരു ചികിത്സ കിട്ടിയിരിക്കുന്നു. എന്ത് ചികിത്സ വെച്ചാൽ 10 ദിവസത്തെ ഒഴിച്ചിൽ, ആ ഒഴിച്ചിലോടുകൂടി നിൻ്റെ അമ്മ പഴയ ആരോഗ്യസ്ഥിതിയിലോട്ടെത്തും. അപ്പോഴേക്കും പ്രതിഭയുടെ അമ്മ പറയണേ, മോളെ നടക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉടൻ തന്നെ സുശീല പറയാം, അതിനിപ്പോൾ എന്താ നിങ്ങൾ ഇവിടെ വന്ന് പറയുന്നത്, അത് എൻ്റെ മകളെ കുറച്ച് ദിവസത്തേക്ക് തിരുവനന്തപുരത്തെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ മകളും കുറച്ച് ദിവസം നിൽക്കണമെന്ന് പറയുമ്പോൾ സുശീല പറയാം, എന്താ നിങ്ങൾ ഈ പറയുന്നത്, കല്യാണം കഴിച്ച് ഇന്നലെയൊക്കെ ആയിട്ടുള്ളൂ, ഒരു ഹണിമൂണിന് പോലും പോയിട്ടില്ല, അപ്പോൾ ഈ സമയം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സുശീലയെ, ഞങ്ങളൊരിക്കലും ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല കൊണ്ടുപോകുന്നത്, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമല്ലേ ഞങ്ങൾ കൊണ്ടുപോകുള്ളൂ എന്നൊക്കെ എന്നെ പറയുമ്പോൾ പ്രതി പറയാണ്, ഇത്ര പെട്ടെന്നൊക്കെ അച്ഛനമ്മ ഇങ്ങനെയൊക്കെ വിവരങ്ങൾ പറയുകയോ ആണ് ചെയ്യണമെന്നത്. അത് കേട്ടോടെ തന്നെ സുശീല, ഞങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം സുശീല, കാരണം നിൻ്റെ വാക്കുകൾക്ക് മാന്യത കൊടുത്തിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രതിഭയെ കൊണ്ടുള്ളൂ, പെട്ടെന്ന് ചെന്ന് പറയാൻ പറ്റിയ ആ ഒരു മാനസികാവസ്ഥയായിരുന്നില്ല ഞങ്ങളുടെ അടുത്തെന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ അതിലൊരു സത്യമുണ്ട് എന്നിങ്ങനെ സുശീലക്ക് ഉള്ളതുപോലെ അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുശീല പറയുന്നത്, ശരി പ്രതിഭ, നീ നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോകാൻ നോക്കുക, അയ്യോ ഞാൻ എന്നാൽ സത്യേട്ടനെ വിളിച്ച് ചോദിക്കട്ടെ, അതൊന്നും വേണ്ട, എൻ്റെ വാക്കുകളാണ് ഇപ്പോൾ പ്രാധാന്യം. അപ്പോൾ ഉടൻ തന്നെ സുധൻ പറയണത്, സത്യനൊന്നും വിളിക്കണ്ട, നിൻ്റെ സുശീല പറഞ്ഞല്ലേ, അതായത് എൻ്റെ അമ്മായിമ്മ പറഞ്ഞല്ലേ, അമ്മായിമ്മയുടെ വാക്കുകൾക്കാണ് നീ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, നീ ഇപ്പോൾ പോകാൻ നോക്കുക എന്ന് പറയട്ടെ. അപ്പോൾ ഈ സമയം പ്രതിഭ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ സുശീല പറയണേ, നിങ്ങൾ പെട്ടെന്ന് പോകാൻ നോക്ക്, കാരണം ഈ പറയുന്ന സോന ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, സോന വരുന്നതിന് മുന്നേ നിങ്ങൾ പെട്ടെന്ന് പോകുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അല്ല സുശീല ഈ 2 മക്കളെയും നോക്കാൻ നീ ബുദ്ധിമുട്ട് എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ, എനിക്കങ്ങനെയൊന്നും ബുദ്ധിമുട്ടില്ല, കാരണം ഞാൻ ഈ പിള്ളേരൊക്കെ ഒറ്റക്കാണ് നോക്കി ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടണം കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ പ്രതിഭയുടെ അച്ഛനും അമ്മയും കൂടിയിട്ട് അവരുടെ വീട്ടിലോട്ട് തിരികെ വരിക. അപ്പോൾ പ്രതിഭ ചോദിക്കുന്നുണ്ട്, അമ്മയെ ചെടിക്ക് വെള്ളമൊന്നും നനച്ചു കൊടുക്കലില്ലേ മോളെ, നനക്കാറൊക്കെ ഉണ്ട്, എന്നാലും കാലിൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ, ദേ സുധേട്ടാ ഉമ്മറത്ത് ആരോ കിടക്കുന്നു എന്ന് പറയട്ടെ. അങ്ങനെ ആരാ കിടക്കുന്നതെന്ന് കാണാൻ വേണ്ടി പുറത്തോട്ട് ഇങ്ങനെ നിന്ന് സുധൻ ഓടി വന്ന് സിറ്റ് ഔട്ടിൽ നോക്കുമ്പോൾ, അയ്യോ അത് നമ്മുടെ കുഞ്ഞമണി ചേച്ചിയാണല്ലോ, നമ്മുടെ കുഞ്ഞമണി ചേച്ചിയാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ സുശീലയ്ക്ക് ഇനി പണി വരാൻ പോകുന്നത് കുഞ്ഞമ്മണി ചേച്ചിയും കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. ആ കുഞ്ഞമ്മണി ചേച്ചിയും കൂടി എത്തുമ്പോൾ ഇവിടെ കാര്യങ്ങൾ ആകെ മാറി മറിയണേ. തൻ്റെ മകൻ ഒരിക്കലും തൻ്റെ ഒപ്പം നിൽക്കും, തൻ്റെ ഇതിനനുസരിച്ച് പോവില്ല. ഭാനുമയുടെ ആ വാക്ക്, കാറ്റിൻ്റെ ദിശ എങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അതിനെ ആ ഭാഗത്തോട്ട് വീശിയും കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞതൊന്നും തന്നെ വില പോലെന്ന് കരുതിയ സുശീലയുടെ ആ വാക്കുകളെല്ലാം ഇനി നഷ്ടപ്പെട്ടാൻ പോവുകയാണ് കേട്ടോ. ഇന്ദ്രൻ എന്ന ആ വ്യക്തി ഇനി ആരാണെന്ന് സുശീല അറിയും. അപ്പോൾ എന്നാണാവോ ആ എപ്പിസോഡ് ഇവിടെ വരിക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാൻ 2-3 ദിവസം എന്തായാലും പിടിക്കാം. അതിനിടയിൽ ഈ ശബരിയുടെ പ്രശ്നങ്ങൾ തീരാനുണ്ടല്ലോ.